നാനിൽ മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത അർജന്റീനൻ കേന്ദ്രങ്ങളിൽ ആഘോഷത്തിൻ്റെ രാവിലെ തുടക്കമിടാനുള്ള ഒരു സ്ഥിരീകരണമാണ് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തൊരു ഫൈനൽ സ്ഥിരീകരണത്തിൻ്റെ ഒരു ലാസ്റ്റ് എലമെൻറ്റ് ഇപ്പോഴും കിടപ്പുണ്ടോ അനിൽ? ഇപ്പോഴും സംശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് കായിക മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് തത്വത്തിൽ അങ്ങനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഉറപ്പ് വന്ന് കളിക്കാമെന്ന കാര്യം പറഞ്ഞു അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് പറയുന്നത്. നേരത്തെ വി അബ്ദുറഹ്മാൻ പോയത് സ്പെയിനിലുള്ള അർജന്റീനയുടെ ഫുട്ബോൾ ക്വാർട്ടേഴ്സിലാണ് പോയത്. ശരിക്കും അർജന്റീനയുടെ ഫുട്ബോൾ ക്വാർട്ടേഴ്സ് അർജന്റീനയിൽ തന്നെയാണ്. അവിടെ പോയി ക്ലോഡിയോ ടാപ്പിയ, അതായത് നിലവിലെ പ്രസിഡന്റിനെ കണ്ടോ എന്നുള്ള കാര്യമോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ മന്ത്രി പറയുന്നു പോയി കണ്ടിരുന്നു, ആളുകളെ കണ്ടിരുന്നു, ഉറപ്പ് നൽകി എന്ന് തന്നെയാണ്. അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അർജന്റീൻ ടീം വരുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ് എന്ന് തന്നെ പറയുന്നു. 1.5 മാസത്തിനകം അവരുടെ പ്രതിനിധികൾ ഇവിടെ എത്തും. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റ് ധാരണാപത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ മികച്ച ഗ്രൗണ്ടുകൾ നമുക്ക് കേരളത്തിൽ ഇല്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞു അതിന് അനിവാര്യമായ ഒരു ഗ്രൗണ്ട് ഒരുക്കും എന്നുള്ളത്. മഞ്ചേരി സ്റ്റേഡിയത്തിലും EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കോഴിക്കോട് ഒന്നും തന്നെ നിലവിൽ അർജന്റീനയെ പോലുള്ള ലോകോത്തര ടീമിന് വന്ന് കളിക്കാൻ പറ്റുന്ന സ്റ്റേഡിയമല്ല. എന്തെങ്കിലും കുറച്ച് നിലവാരമുള്ള സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയമാണ്. പക്ഷേ അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിൽ AFC ലൈസൻസ് അടക്കം കിട്ടാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. ഇന്ത്യയുടെ മത്സരങ്ങൾ പോലും സംഘടിപ്പിക്കാൻ, ഏഷ്യൻ തരത്തിലുള്ള മത്സരങ്ങൾ പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ വലിയ വെല്ലുവിളിയാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ സേഫാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് 100 കോടി ചെലവുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ പണത്തിനുള്ള കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നതാണ് മന്ത്രി പറയുന്നത്. ഇനി അർജന്റീന ടീം വരുമോ അക്കാര്യത്തിലാണ് ഇനി അടുത്തത്. അക്കാര്യങ്ങൾ അവർ ഉറപ്പ് നൽകി. ഇനി അന്തിമ തീരുമാനം അവരുടെ ഭാഗത്ത് എന്തായാലും ചോദിച്ചതുപോലെ അർജന്റീന വരുമോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് സ്റ്റിൽ. എങ്കിൽ കൂടിയും മെസ്സിയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. മന്ത്രി സ്പെയിനിൽ പോയി അർജന്റീനിയൻ ക്വാർട്ടേഴ്സിൽ പോയി ഇവരുടെ അധികാരികളെ കണ്ടു. വാക്കാൽ ഉറപ്പ് കിട്ടി എന്നുള്ളതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നത്. ഇനിയിപ്പോൾ ബാക്കി അർജന്റീനയും ടീം AF പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തുന്നു. ഇവിടുത്തെ സ്റ്റേഡിയമൊക്കെ കാണുന്നു. സ്റ്റേഡിയമൊക്കെ കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഏത് കളി എപ്പോൾ എന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുക അവരാണ്. എന്തായാലും കേരളത്തിൻ്റെ നിറഞ്ഞ സ്നേഹം അവരോട് വരുമ്പോൾ ഉറപ്പായും കാണുന്നു. ആ നിറഞ്ഞ സ്നേഹത്തെ അവഗണിക്കാൻ അർജന്റീനയ്ക്ക് നീരപ്പടയ്ക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്.